എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ഏറെ സ്നേഹിച്ച ചുങ്കക്കാരുടെ പ്രമാണിയും ധനവാനുമായ സക്കായി അപ്പച്ചനെ കുറിച്ചാണ്. ഒരു ദിവസം യേശു അപ്പച്ചൻ യെരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ കാണുവാൻ സക്കായിക്ക് ആഗ്രഹം തോന്നി. സക്കായി യേശു അപ്പച്ചനെ കാണാൻ ഒത്തിരി ശ്രമിച്ചു. ഒത്തിരി പേര് യേശു അപ്പച്ചനെ കാണുവാൻ അവിടെ വന്നിരുന്നു. എത്ര ശ്രമിച്ചിട്ടും സക്കായിക്ക് യേശു അപ്പച്ചനെ കാണാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയോ കൂട്ടുകാരെ? സക്കായിക്ക് പൊക്കം കുറവായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട യേശു അപ്പച്ചനെ കാണാൻ എന്താ ഒരു വഴി? അപ്പോഴാണ് സക്കായി മുന്നിൽ ഒരു കാട്ടത്തി മരം കണ്ടത്. ഉടനെ അതിൽ കയറിപ്പറ്റി. എന്നാൽ യേശു അപ്പച്ചനാകട്ടെ മരത്തിന്റെ കീഴിൽ വന്ന് മേലോട്ട് നോക്കി. സക്കായി വിളിക്കുന്നു, സക്കായി വേഗം ഇറങ്ങിയ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഉടനെ ഇത് കേട്ട സക്കായി സന്തോഷത്തോടെ മരത്തിൽ നിന്ന് ചാടി ഇറങ്ങി. ഇത് കണ്ടവരൊക്കെ പറഞ്ഞു, ഈ കർത്താവ് എന്തിനാ പാപിയായ സക്കായിന്റെ വീട്ടിൽ താമസിക്കുന്നത്? എല്ലാവരും വെറുക്കാൻ തുടങ്ങി. അല്ലേലും ആളുകൾ ഇങ്ങനെ ഒരാൾ നന്നാകാനും സമ്മതിക്കില്ല. സക്കായി സന്തോഷത്തോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ വസ്തുവകളിൽ പകുതി ദരിദ്രർക്കും വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ യേശുപ്പച്ചൻ പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനായാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാതെ പോയതിന് തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കൂട്ടുകാരെ, യേശുപ്പച്ചൻ വന്നപ്പോൾ സക്കായിക്ക് രക്ഷ വന്നു. ഇതുപോലെ നാമും യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ നമുക്കും രക്ഷ പ്രാപിക്കാം. സക്കായി തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതുപോലെ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ മക്കളായി തീരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.